ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളെടുത്തത് സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഹോമോജീനസിലെ ഒരു കേസ് മാത്രമാണ്. അതായത് സെയിം ഡിഫറെൻറ്റ് റൂട്ട് വരുന്ന കേസിൽ എങ്ങനെയായിരുന്നു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ സോൾവ് ദി റെക്കറൻസ് റിലേഷൻ an-6an-1 പ്ലസ് 9an-2 ഈക്വൽ ടു 0, n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2, a0 ഈക്വൽ ടു 5, a1 ഈക്വൽ ടു 12. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താ സെക്കൻഡ് ഓർഡർ ആണെന്ന് മനസ്സിലായി. കാരണം എന്താ സബ്സ്ക്രിപ്റ്റിൻ്റെ അവിടെ 2 വരെയാണ് ഉള്ളത്. ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഹോമോജീനസ്. ഇനി അവിടെ എന്താ ചെയ്യേണ്ടത്? an അതായത് സെക്കൻഡ് ഓർഡർ ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ? an ഈക്വൽ ടു CR⁻n. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ നോക്കിയൊന്ന് an-6an-1 പ്ലസ് 9an-2 ഈക്വൽ ടു 0. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? an-ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? CR⁻n മൈനസ് ഇനി 6an-1ന് പകരമോ CR⁻n-1 പ്ലസ് 9 ഇൻറ്റു an-2ന് പകരം CR⁻n-2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈക്വൽ ടു 0. ഇനി എല്ലാത്തിനും കോമൺ ആയിട്ട് ആരൊക്കെ പുറത്തെടുക്കുക? CR⁻n-2. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടാലോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഏറ്റവും ചെറുത് പുറത്തെടുക്കുക. അപ്പോൾ ബാക്കി ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക? r² മൈനസ് 6r പ്ലസ് 9 എന്ന് വരും ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറയാം? r² മൈനസ് 6r പ്ലസ് 9 ഈക്വൽ ടു 0 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താ? മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടണം, ആഡ് ചെയ്താൽ 6 കിട്ടണം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്പേഴ്സ്? 3ഉം 3 അല്ലേ? അപ്പോൾ r1 r2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയ? r1ഉം 3 ആണ് വരുന്നത്, r2 എന്താണ് വരുന്നത്? 3 ആണ്. സെയിം റൂട്ടുകൾ വരികയാണെങ്കിൽ r1ഉം r2ഉം ഈക്വൽ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ്റെ ഫോം എന്താ? an ഈക്വൽ ടു c1 പ്ലസ് c2n ഇൻറ്റു r⁻n അല്ലേ? r1 ഈക്വൽ ടു r2 ഈക്വൽ ടു r എന്ന് എടുക്കാം. അതായത് ആറിൻ്റെ വാല്യൂ ഇവിടെ 3. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? c1 പ്ലസ് c2n ഇൻറ്റു r-ന് പകരം 3⁻n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയോ? കാരണം c1ഉം c2 നമുക്ക് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുക? 2 കണ്ടീഷൻ ഇവിടെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? a0 ഈക്വൽ ടു 5, അതായത് a0 ഈക്വൽ ടു 5. a0 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വരുന്നത്? 0. അപ്പോൾ n വരുന്നിടത്തിലൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? a0 ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു 0 ഇൻറ്റു 3⁻0 എന്ന് വരും. a0ൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പോൾ 5 ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലേ? 3⁻0ൻ്റെ വാല്യൂ 1. അപ്പോൾ c1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി c2 കണ്ടുപിടിക്കണമെങ്കിലോ നെക്സ്റ്റ് കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a1 ഈക്വൽ ടു 12. a1 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ന് പകരമൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1. അപ്പോൾ a1 ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു 1 ഇൻറ്റു 3⁻1 വരും. a1ൻ്റെ വാല്യൂ എന്താണ്? 12 ആണ്. അപ്പോൾ 12 ഈക്വൽ ടു c1 പ്ലസ് c2 ഇൻറ്റു 3⁻1 വരും. ഒന്നുകിൽ 3 ഉള്ളോട് എടുക്കുക, അല്ലെങ്കിൽ 12ൻ്റെ അടുത്തേക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ഉള്ളോട് എടുക്കുന്ന സമയത്ത് 3c1 പ്ലസ് 3c2 എന്ന് വരും. c1ൻ്റെ വാല്യൂ എന്താണ്? 5. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 12 ഈക്വൽ ടു 3 ഇൻറ്റു 5 പ്ലസ് 3c2. 3 ഇൻറ്റു 5 എന്താണ്? 15. അപ്പോൾ ഇനി ഈ 15 12ൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എന്താവും? 12 മൈനസ് 15 ഈക്വൽ ടു 3c2. അതായത് -3 ഈക്വൽ ടു 3c2, c2 ഈക്വൽ ടു -1 എന്ന് കിട്ടി. c1ൻ്റെയും c2ൻ്റെ വാല്യൂ കിട്ടിയല്ലോ. അതെന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മളെ ജനറൽ സൊല്യൂഷൻ്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? an ഈക്വൽ ടു 5 പ്ലസ് -1 ഇൻറ്റു n ഇൻറ്റു 3⁻n. 5 പ്ലസ് -1 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എന്താ? 5 മൈനസ് n. 5 മൈനസ് n ഇൻറ്റു 3⁻n. ഒന്നെങ്കിൽ ഇവിടം വരെ എഴുതി വെക്കുക, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം മോഡലാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസ് സോൾവ് an+2 പ്ലസ് an+1 പ്ലസ് an ഈക്വൽ ടു 0.
എ നോട്ട് ഈക്വൽ ടു 0 A1 ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ എന്താണ് സെക്കൻഡ് ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് അറിയൂലേ. കാരണം എന്താ, സബ്സ്ക്രിപ്റ്റിൻ്റെ അവിടെ 2 വരെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു സെക്കൻഡ് ഓർഡർ ആണെന്ന്. ഈക്വൽ ടുവിന് ശേഷം 0 വന്നതുകൊണ്ട് സെക്കൻഡ് ഓർഡർ ഹോമോജീനസ് ആണ്. സെക്കൻഡ് ഓർഡർ ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ, AN ഈക്വൽ ടു CR⁻n. അപ്പോൾ അത് നമുക്കറിയാം. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. AN ഈക്വൽ ടു CR⁻n എന്ന് പറഞ്ഞാൽ AN+2 പകരം നമ്മൾ എന്താ കൊടുക്കുക, CR⁻n+2. AN+1 പകരം CR⁻n+1. അതെന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, CR⁻n+2 പ്ലസ് CR⁻n+1 പ്ലസ് CR⁻n ഈക്വൽ ടു 0. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ആരാ, C ഉണ്ട്. R⁻n+2 R⁻n+1 R⁻n. ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും ചെറുതാരാ, R⁻n. അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ R². അതായത് R⁻n+2 നമുക്ക് എങ്ങനെ എഴുതാം, R⁻n ഇൻറ്റു R² എന്ന് എഴുതാം. ഇനി R⁻n+1 R⁻n ഇൻറ്റു R⁻1 എന്ന് എഴുതാം. അപ്പോൾ ബാക്കി എന്താ ഇവിടെ വരിക, R² പ്ലസ് R+1 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, -1 ± √3i/2. അതായത് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്തറിയാം, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഈക്വൽ ടു -1/2 ± √3/2 i എന്ന് കിട്ടി. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. ഇനി ഇവിടെ ഈ കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ ഫോം എന്താണ്, AN ഈക്വൽ ടു R⁻n ഇൻറ്റു C1 cos n�sh പ്ലസ് C2 sin n�sh. ഇതിൻ്റെ അന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ത്, √(a² + b² ആണ് ഇക്വേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എയും ബിയും എന്താണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2 ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. അപ്പോൾ R ഈക്വൽ ടു -1/2² പ്ലസ് √3/2². അതായത് √4/4 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ കിട്ടി. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോ, തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് √3/2 ബൈ -1/2 എന്ന് എഴുതാം. tan ഇൻവേഴ്സ് B/A അല്ലേ നമ്മുടെ സൊല്യൂഷൻ. ബി എന്ന് പറഞ്ഞാൽ √3/2, എ എന്ന് പറഞ്ഞാൽ -1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, tan ഇൻവേഴ്സ് ഓഫ് -√3 എന്ന് കിട്ടി. ഈ tan ഒരു ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, tan ഓഫ് -x എന്ന് പറഞ്ഞാൽ -tan x ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് -√3 എങ്ങനെ എഴുതാം, -tan ഇൻവേഴ്സ് √3. ടാനിൻ്റെ ഏത് വാല്യൂവിലാണ് അതായത് ഏത് വാല്യൂ ഏത് ആംഗിളിലാണ് √3 വാല്യൂ ആയിട്ട് കിട്ടുന്നത്, 60 അല്ലേ. അപ്പോൾ -π/3 ആയിരിക്കും നമ്മളെ ആൻസർ. പക്ഷേ ഇതെന്താണ്, ഇതൊരു പ്രിൻസിപ്പൽ വാല്യൂ ആണ്. കറക്റ്റായിട്ടുള്ള ക്വാഡ്രൻ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഒരു ബോക്സ് കണ്ടില്ലേ, ഈ ബോക്സിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. അതായത് ഈ ഒരു ബോക്സ് എൻ്റെ വാല്യൂ പോസിറ്റീവും ബീൻ്റെ പോസിറ്റീവും ആണെങ്കിൽ നമുക്ക് ഈ ആംഗിള് ഈ -π/3 തന്നെ എടുക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ, എൻ്റെ വാല്യൂ നെഗറ്റീവും ബീൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ ആംഗിളിനോട് പൈ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടിയേ, ഇവിടെ ആംഗിൾ എത്രയാണ് കിട്ടിയത്, -π/3 അല്ലേ. അപ്പോൾ ആദ്യത്തെ എൻ്റെ വാല്യൂ നെഗറ്റീവും ബീൻ്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് പൈ നമ്മൾ ആഡ് ചെയ്യണം -π/3നോട്. അപ്പോൾ π പ്ലസ് -π/3 എന്ന് പറഞ്ഞാൽ -π/3 2π/3. അപ്പോൾ ഇതായിരിക്കും നമ്മൾ സൊല്യൂഷൻ വരുന്നത്. ഇപ്പോൾ തീറ്റേൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AN ഈക്വൽ ടു ആറിന് പകരം എന്ത് കൊടുക്കുക, 1/n ഇൻറ്റു C1 cos n⁻⁻. തീറ്റ 2π/3 ആണെങ്കിൽ n⁻ എന്ന് പറയുമ്പോൾ 2nπ/3 പ്ലസ് C2 sin 2nπ/3 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് C1ഉം C2 കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. A0 ഈക്വൽ ടു 0യും A1 ഈക്വൽ ടു 1ഉം. അതെന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി എന്താ വരിക, ഫസ്റ്റത്തെ കണ്ടീഷൻ A0 ഈക്വൽ ടു 0. A0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ n വരുന്നിടത്തിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. അപ്പോൾ A0 ഈക്വൽ ടു A0 പറഞ്ഞാൽ എന്താ, 0 അല്ലേ. അപ്പോൾ 0 ഈക്വൽ ടു 1/0 ഇൻറ്റു C1 cos 2nπ/3 ആകുമ്പോൾ n-ന് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആ ടേം 0 ആവും. അപ്പോൾ cos 0 പ്ലസ് C2 sin 0 എന്ന് വരും. cos 0ൻ്റെ വാല്യൂ 1. അപ്പോൾ C1 മാത്രമേ ഇവിടെ ഉണ്ടാവും. sin 0ൻ്റെ വാല്യൂ എന്താ, 0 ആണ്. അപ്പോൾ C1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി C2 കണ്ടുപിടിക്കണമെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ A1 ഈക്വൽ ടു 1. A1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ൻ്റെ സ്ഥാനത്തൊക്കെ എന്ത് കൊടുക്കുകയാണ്,
1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A1 ഈക്വൽ ടു എന്ന് വരിക. A1ൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1 ഈക്വൽ ടു 1⁻1 ഇൻറ്റു ഇനി C1ൻ്റെ വാല്യൂ കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് എന്തായി പോവും? 0 ആയി പോവും. ഇനി ബാക്കി എന്താ വരിക? C2 ഇൻറ്റു സൈൻ 2 ഇൻറ്റു 1 ഇൻറ്റു π/3, അതായത് 2π/3. സൈൻ 2π/3ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ? √3/2. പഠിച്ചു വെക്കുക, √3/2. അപ്പോൾ സൈൻ 2π/3ൻ്റെ വാല്യൂ ആണ് √3/2. അപ്പോൾ 1 ഈക്വൽ ടു C2 ഇൻറ്റു √3/2, അതായത് C2 ഈക്വൽ ടു 2/√3 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുക? കിട്ടിയ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക? ആ സൊല്യൂഷനിൽ കൊടുക്കുക. C1ൻ്റെ ടേം ഉണ്ടാവില്ലല്ലോ, കാരണം C1 0 ആണെങ്കിൽ ഇത്രയും ടേം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി എന്ത് വരും? C2ൻ്റെ സ്ഥാനത്ത് 2/√3 ഇൻറ്റു സൈൻ 2n π/3 എന്ന് വരും. ക്ലിയർ ആണല്ലോ? സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഒന്ന് തന്നെ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കി ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ താങ്ക് യു.